രണ്ടും ഇല്ലല്ലേ? എന്താടാ താനവും പൊങ്ങത്തില്ല. അവന്റെ ട്രോഫി കൊണ്ട് നടക്കുന്നവനായി പറയുന്നത്. പയ്യനൊക്കെ നീ പേര് കൊടുത്തിട്ടില്ലേ മീറ്റപ്പില്? ഇന്ന് ഓരോരുത്തരെ വീട്ടിൽ തന്നെ വിളിച്ചേട്ടാ. മാഡിയുടെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് ഉത്തരവാദിത്തം അമ്മ വിളിച്ചിട്ട് ഉത്തരവാദിത്തം ഏറ്റെടുക്കാക്കി മാത്രം വിടാത്. അവരെ ഞാൻ പോരാട്ടം ഏറ്റെടുത്തില്ലേ പിന്നില്ലാതെ. ചെലവന്മാരുണ്ടല്ലോ ലോക്കലുള്ള മറ്റേ മാസം കൊണ്ടാ പറഞ്ഞേ. എന്നെ കൂടി ഹൈ റേഞ്ച് വണ്ടി ഓടിക്കുന്നതിനോട് വണ്ടി ഓടിക്കുന്നത് വരെ ചോദിച്ചു. ആശിന് കഴിവുണ്ടോ വിളിച്ചിട്ട്? എന്റെ അടുത്ത് ചോദിച്ചത് ആശിന് കഴിവുണ്ടോന്നാണ്. നിങ്ങളുടെ ആരെങ്കിലൊക്കെ വീട്ടിൽ സീനുണ്ടോ എന്നോട് വിളിക്കാൻ പറയണം കേട്ടാ. ഇപ്പൊ അമ്മക്ക് വരെ ഭാര്യയായ കുഴപ്പമുണ്ടോ? പിന്നെ സ്കൂളിൽ ലീവ് കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. അമ്മ ഭാര്യ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. പിടിച്ചിട്ടാണല്ലോ ഞാൻ പിടിക്കാം. അപ്പൊ ഞാനും ഉണ്ട്. അമ്മ ഞാൻ അവളുടെ നമ്പർ ഒന്ന് സെൻഡ് ചെയ്യാം. അതോടെ ഒന്ന് സമന്വയിപ്പിക്കണം. അത് ഞാൻ നമുക്കൊരു ഫ്യൂച്ചർ അണ്ടർസ്റ്റാൻഡിങ് പോവാം. നീ ഇങ്ങനെ തുണി മാറ നടത്തോണ്ട് ഇപ്പൊ എന്റെ ഫാക്ടറി ഉദ്ഘാടനം ഒന്നും അല്ലടാ. ഇതെന്താണ്? എടാ നമ്മുടെ അണ്ടി ഫാക്ടറി ഓൾറെഡി അവിടെ ഉണ്ട്. അത് മിസ്റ്റർ എക്സിന് കാണാൻ വേണ്ടിട്ടല്ലേടാ. കാണത്ര അവരെന്ത് കാണിച്ചു കൊടുക്കും ഞാനിന്ന്. ഇവർക്ക് പക്ഷെ ഇപ്പൊ വന്നു എന്താ പറഞ്ഞ കേട്ടില്ല. ഡിസിപ്ലിൻ എവിടെ പോയി? ഡിസിപ്ലിൻ ഇവരുടെയോ? ഡിസിപ്ലിൻ ഒക്കെ നമുക്ക് പിന്നെ ഇപ്പൊ ഒരു സ്വാതന്ത്ര്യം കൊടുത്തിട്ട് ഇവൻ തലേ കയറാൻ നേരം വലിച്ചു താഴെ അടിക്കാം. എല്ലാം ഫ്യൂച്ചർ പ്ലാനിങ് വരെ ഉണ്ടല്ലേ. പിന്നെ ഇതെല്ലാം നമ്മള് ദീർഘവീക്ഷണമല്ലേ ഇതെല്ലാം. അത് കൊള്ളാം, നന്നായി. അത് ചോദിച്ചപ്പോഴാ വാസവന്റെ കൂടെ ആരൊക്കെ ഉണ്ട്? എന്റെ കൂടെ? അതെ എന്റെ കൂടെ എടാ വില്ലുമോൻ എന്ന് വന്ന്. വില്ലുമോൻ എന്തിയടാ? നീയും സെക്കൻഡ് ഇങ്ങോട്ട് വരത്തില്ലേ? എവിടേക്ക്? കാലിന്റെ ഇടയിലോട്ട്. അങ്ങോട്ട് ഇവന്മാർ രണ്ടുപേരുള്ളോണ്ട് ഫുള്ളാണ്. അല്ലല്ല ഒരാൾ കൂടെ ഉണ്ടല്ലോ സ്ഥലമുണ്ട്. അല്ല ഞാൻ പറയാം. ഞാന് കെവിന് കണ്ണൻ വെളിയിലുള്ള പയ്യനാണ്. എന്നാലും അവനെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഒരു ആവശ്യമുണ്ട്. അതായത് നമ്മുടെ ക്യാമറ കാര്യങ്ങളൊക്കെ. പിന്നെ GM ക്യാമറാമാൻ 4. ഞാൻ 2 വണ്ടി എടുക്കുന്നുണ്ട്. 2 വണ്ടി എടുക്കുന്നുണ്ടോ? ഏതൊക്കെ? വേണമെങ്കിൽ 3 വണ്ടി എടുക്കാം. BMW എടുക്കാം. ഞാൻ ഒട്ടിച്ചോളാം. അവ എടുക്കുന്നില്ല. ഇല്ല BMW ഇല്ല. BMW പോവാൻ അവിടെ കൊണ്ടുപോകാൻ പറ്റിയ സ്ഥലമല്ല. അല്ല 2 വണ്ടിയിൽ 8 പേരുണ്ട്. അപ്പൊ 4 പേര് വെച്ച്. അയ്യോ എന്റെ അല്ല, ഞാനുണ്ട്. ഞാൻ സെപ്പറേറ്റ് വരും. ഓക്കെ ഇത് അത് പിന്നെ റെഡിയല്ലേ? മിസ്റ്റർ എത്തിയ ഇല്ല താറുണ്ടോ അണ്ണനൊന്ന്? എടാ ബോബോയുടെ താറാണത്. അത് കുറച്ച് ദിവസമായിട്ട് എന്റെ അടുത്ത് ഇട്ടേക്കണേ, മനസ്സിലായ? ഇതാരാ? ഹലോ 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 ഹായ്, അകത്തേക്ക് വരാമോ? അപ്പൊ അതാ അവര് ഇങ്ങോട്ട് കയറി വന്നു മിസ്റ്റർ എക്സുകാര്. പയ്യൻ നടന്നു പോവാ. മാസുകളല്ലേ? കൊടിയുള്ള വണ്ടിയണ്ണ കൊള്ളാല്ലേ? തോക്കെടുക്കണോ ഒരു അലങ്കാരത്തിന് വേണ്ടി?
ഞാൻ ഇപ്പൊ എടുത്തോണ്ട് പോകും. ഫേസ് റിവീൽ കാണില്ല എല്ലാവരും. വ്ളോഗ് ഇടാം കേസ്, വ്ളോഗ് ഇടാം. നമ്മുടെ ക്യാമറമാനെ കൊണ്ടാ പോണം. ഞാൻ ചെയ്തിട്ടില്ല. ഹായ് 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 ഹലോ ഹായ് ഹായ് ഹായ്. വാട്ട്സ് യുവർ ബ്യൂട്ടിഫുൾ നെയിം? ഹലോ ഹലോ നൈസ് മീറ്റ് ഇവനെ മാറില്ല. ഹായ് ലോണ. എല്ലാവർക്കും വെൽക്കം. വാ അകത്തോട്ട് ഇരുന്ന് നമുക്ക് ഇവിടുന്ന് പോവാം. റെഡി ആയ ഉടനെ സീത മാഡം ആണോ? വാ ലോണ. കേറിക്കോ. താങ്ക് യു കേജേ വാ വാ വാ. ഓ ഞാൻ കണ്ടില്ല പെട്ടെന്ന്. ഞാൻ ഇവിടെ അകത്ത് വന്നപ്പോഴാ കണ്ടത്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നിങ്ങള് ഇത് കാണാൻ വേണ്ടി പറയും എന്നുള്ള. കാരണം നമ്മളങ്ങനെ സത്യം പറയാലോ കേജെ, ഞാൻ വേറെ ആര് പറഞ്ഞാലും ഞാൻ കൊണ്ടുപോകില്ലായിരുന്നു കേട്ടാ. ഞാന് സത്യം പറഞ്ഞ ടിവിക്കകത്തുള്ള പിള്ളേർ പോലും ചിലപ്പോ ഇന്നായിരിക്കും ഇത് കാണാൻ പോണത്. നമ്മള് അങ്ങനെ ഒരു ബിസിനസ് നടത്തണമെങ്കിൽ ഞാനൊരു ബിസിനസ് എന്നുള്ള മൈൻഡിൽ എനിക്ക് കണ്ടില്ലേ പറ്റുള്ളൂ. ഓ അതെ മെന്റാലിറ്റി. അതെ അതെ. താങ്ക് യു. എടാ അപ്പപ്പാ ഹലോ. അപ്പപ്പ ഇതിനകത്തില്ലേ? റേഡിയോ ഒന്ന് കണക്ട് ചെയ്യാം. റേഡിയോ റെഡിയുണ്ട്. അപ്പപ്പാ അവിടെ ബാക്കിയെല്ലാം റെഡി അല്ലേ? അവിടെ ബാക്കിയെല്ലാം റെഡിയാണ്. അപ്പൊ ഇവിടെ വേറെ ഡിലേ ഒന്നും ആക്കണ്ടല്ലോ. വേണ്ട വേണ്ട വാ, ഇവരെ കൊണ്ട് നമുക്ക് നേരെ പോവാം. കേജ് ആണെണ്ണ. എടാ കേജ് ഏ ഇപ്പൊ അനന്തുവേ കണ്ണാപ്പിയേ അങ്ങനെ പറയൂലേ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കേജേ മനസ്സിലായ? അതാണ് സാധനം. മനസ്സിലായില്ല ഇതിനെ കൊതും. ബാബുവേ അത് തന്നെ. എടാ എല്ലാവർക്കും കഴിക്കാനും കുടിക്കാനും കൊടുത്ത വെള്ളം. ചെറിയൊരു അബദ്ധം പറ്റിട്ടുണ്ട്. നിങ്ങള് ടോട്ടൽ എത്ര പേരുണ്ട്? എന്താടാ 6 പേര്. 6 പേരല്ലേ? 6 പേരാണോ വരുന്നത് അങ്ങോട്ട്? 6 പേരുണ്ട്. ഓക്കെ, നമുക്ക് അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിട്ടാണ്. കുഴപ്പമില്ല. ഞാൻ അറിഞ്ഞു ഇത് ഡീമണാണ്. സാർക്ക് ഡോക്ടർക്ക് ആയിട്ടാ സ്റ്റെത്തോസ്കോപ്പ് ഒക്കെ വെച്ചോണ്ടിരിക്കണം. എന്തേ? നോക്ക്. ഇല്ല വാങ്ങിയിട്ടില്ല. ആണോ? ആ അത് ശരിയായിരുന്നു, ഹോസ്പിറ്റലിൽ പോയി റെഡിയാക്കിയായിരുന്നു. ഓക്കെ ഓക്കെ. ആരും അറിഞ്ഞിട്ടില്ലല്ലോ അതല്ലേ? ഇതാരാ അപ്പപ്പാ? ഇല്ല ഇല്ല ഇത് ആരോടും പറഞ്ഞിട്ടില്ല. മിസ്റ്റർ എക്സിന്റെ കേജിന്റെ പി എ വാസുവിനെ, സീതാ മഹാലക്ഷ്മി. ഓ ഹായ് സീത. ഹായ് ഹായ്. ഇരിക്കും എന്തിനാ നിക്കണേ? ആ, ഇരിക്കും. ഇരിക്കാം സർ. വാസുവിനെ സൂക്ഷിക്കണേ. സീതയോട് സംസാരിച്ചാൽ കേജിന് ജലസി അടിക്കും. നമ്മളോടൊന്നും പറയത്തില്ല, സീതയുടെ ചൂടാകത്തുള്ളൂ. ജെപ്പി, അത്രക്ക് പഴയ ആളാണോ കേജ്? ചെറുതായിട്ട് ഒഫീഷ്യലാക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഒഫീഷ്യലോ? നമ്മളുടെ ഒക്കെ വാസുവൻ ഒഫീഷ്യലെന്ന് മുട്ടിച്ചു വെച്ചു. അങ്ങനെ വാസുവിനൊക്കെ ഇവർക്ക് കൊടുത്തില്ലേ? എല്ലാം കൊടുത്ത്. അപ്പൊ നമുക്ക് എന്നാ ഫാക്ടറിലോട്ട് പോയാലോ? പോവാം, നമുക്ക് ഓക്കെ, പോവാം. വേറെ അങ്ങനെ ഡിലേ ഒന്നുമില്ല. എന്തെങ്കിലും പറയണ്ടോ നിങ്ങൾക്ക്? ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് കാണാൻ വന്നത് തന്നെ അതൊരു ഇൻവെസ്റ്റ്മെന്റ് കാര്യമുള്ള. അപ്പൊ ഞാൻ എന്റെ ഒരു ബിസിനസ് പാർട്ണർ മിസ്റ്റർ ഷാജി പാപ്പൻ, ഷാജി പാപ്പനായിരിക്കും ഏൽപ്പിക്കുക ഞാൻ ഈ ബിസിനസ് നിങ്ങളുടെ ഡിഫാക്ടറിയുടെ ഒരു ഷെയർ നോക്കി ചെയ്യാനായിട്ട്. ഷാജിയുടെ കൂടെ വരുന്നു. ഓ അത് വളരെ സന്തോഷമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ആക്ച്വലി ഞങ്ങൾക്ക് ബിസിനസ് പ്ലാൻ ഉണ്ട്, നമ്മൾ അവിടെ ചെന്നിട്ട് പറയാം. ഫുഡ് വരുമല്ലേ ഇപ്പൊ കഴിഞ്ഞു കഴിയും. ബോയ്സ് ലെറ്റ്സ് ഗോ. സിറ്റിയിലെ നല്ല പെമ്പിള്ളാരെ എല്ലാം മിസ്റ്റർ എക്സ് ഇവന്മാരും ഒക്കെ പി എ ആക്കി വെച്ചിരിക്കുക. ഈ സർവറിൽ നിന്ന് എനിക്ക് പെർമനന്റ് ബാങ്ക് ഇരുന്നുണ്ടെങ്കിൽ അത് കേജിനെ തല്ലി കൊന്നിട്ടായിരിക്കും കേട്ടാ. നിങ്ങൾ എന്തെങ്കിലും അങ്ങനെ ഒരു ന്യൂസ് അറിയാണ്, പരുന്ത് വാസു ഹാസ് ബീൻ ബാൻഡ് ഫ്രം എക്സലാൻഡിസ് എന്നൊരു ന്യൂസ് കേട്ടാൽ നിങ്ങൾ ആലോചിച്ചോണം ഞാൻ കേജിനെ കൊന്നു കളഞ്ഞെന്ന്. അപ്പല്ലേ നരച്ചുപൊടി കണ്ടപ്പോ പെട്ടെന്ന് സാവേജെ ഹലോ വാസു സാർ, ഹലോ. പറഞ്ഞു. ഡെസ്റ്റിനേഷൻ ഒന്ന് പറയോ? സോറി, ഡെസ്റ്റിനേഷൻ അൺനോൺ ആണ്. നമ്മള് സീക്രട്ട് ആണ്. അല്ല നമ്മളെ വണ്ടിയില് നമ്മളെ വണ്ടി ഫോളോ ചെയ്താൽ മതി. ഓക്കെ ഓക്കെ. എടാ വാ വണ്ടി കയറും. വാസുവിനെ ഈ ഫാക്ടറി എവിടാന്ന് വാസുവിന് അറിയാമോ? ഒരു ഇടത്തുമില്ല. എനിക്കും അറിയത്തില്ല. എനിക്കറിയാം.
ലൊക്കേഷൻ അറിയാതെ ആരെങ്കിലും ഒരാള് വണ്ടി ഫ്രണ്ടിൽ എടുത്തോണേ. എടാ നീയൊക്കെ ഒരു പരിപാടിക്ക് പോകുമ്പോ കാണിക്കണം മാനേഴ്സ് ആണ് ഇതൊക്കെ. ഡിസിപ്ലിൻ ഇല്ല വാസവന്റെ. ഞാൻ എപ്പോഴാ Discipline പറഞ്ഞില്ലേ ഇല്ലാത്തവന്മാര്. ഇവന്മാരെ നമുക്ക് ഇനി അറ്റൻഷൻ തൊട്ട് സ്റ്റാൻഡേർഡ് വേണ്ട. സ്റ്റാൻഡേർഡീസ് സ്റ്റാൻഡേർഡീസ് വരെ പഠിപ്പിക്കണം. എഡ്യൂക്കേഷൻ തീരെയില്ല അപ്പൊ പേട്ടാ. അതെ എല്ലാ വണ്ടി വാസവന്റെ ഇത് ബഗ്ഗാ പാപ്പ. കുറച്ചേരം കാത്തിരുന്നാ മതി, കയറാൻ പറ്റും. 1 2 2 3 ആ 4 വണ്ടി 6 ആ 7 8 ആ 9 10 11 ആ വാ. വണ്ടി അണ്ണാ പിന്നെ എടാ അധികം സ്പീഡിൽ പോരുത്. VIP കൾക്ക് 100 കിലോമീറ്റർ അണ്ടക്ക് ഈ പോകാൻ വണ്ടി പറ്റില്ല. ഈ വണ്ടി കയറി വാ. കേറി ഇവനെ. ഫ്യൂൽ ഇല്ല ഞാൻ ഫ്യൂൽ എന്നാ എന്റെ തഫില് ഞാൻ അടിച്ചോളാം ഞാൻ സ്പീഡിൽ മിസ്റ്റർ എക്സ് പറഞ്ഞ സ്പീഡിൽ പോലെ അണ്ണാ 100 കിലോമീറ്റർ അണ്ടക്ക് അവരുടെ വണ്ടി പിള്ളേരെ മിസ്റ്ററസിനെ കൊണ്ട് നിങ്ങൾ പതുക്കെ മുന്നേ പോക്കോ. പറഞ്ഞു തന്നേക്കാം. നീ തുടങ്ങിക്കോ. 1002 വണ്ടി പോട്ട് 1002 വണ്ടി പോട്ട് 1002 വണ്ടി ഗോ ഇല്ല അപ്പൊ ഒരുമിച്ച് പോവാ. ആണോ ഈ വണ്ടി ഫുള്ളാണല്ലേ നിങ്ങൾ ഫുള്ളല്ലല്ലോ. പുറത്ത് കിടക്കുന്ന കുറുപ്പ് എവിടെയാണ്? കുറുപ്പിനെയും ഡോർക്ക് ഹരിയൊന്നും കണ്ടില്ലടാ. ഡ്രൈവർ സീറ്റിലോട്ടാ നീ പോത്തുള്ളൂ. വെയിറ്റ് കേറിയില്ലണ്ണാ ഡോർ തുറന്നേ ഉള്ളൂ. പോലെ വാസവനുള്ള സ്നേഹം കൊണ്ട് കണ്ടാ ഡോർ തുറന്നല്ലേ. ഓ പക്ഷേ ആ കേറ്. ഇത് കയറിക്കോ. ഏകദേശം എന്റെ ഒരു ഊഹ ശരിയാണെങ്കിൽ ഇവിടെ എവിടെയൊക്കെയോ ആയിട്ട് വരുന്നത്. Let's go. അണ്ണാ എത്ര സ്പീഡിൽ പോലെ പറഞ്ഞ അവര് പയ്യെ പോടാ. നിങ്ങൾ എത്ര നാൾ കണ്ടിട്ടില്ലാത്ത ആ അണ്ടി ഫാക്ടറിയിലേക്ക് നിങ്ങൾ 16,411 പേരെ ഞാൻ വെൽക്കം ചെയ്യാൻ പോവാണ്. മാർക്ക് പോക്കണ്ട. കഴിഞ്ഞ 5 വർഷമായിട്ട് പുറകിന് പോവാ. ഞാൻ പൊക്കോണ്ടിരുന്ന എന്റെ അണ്ടി ഫാക്ടറി. ഇവര് ഈ ലൈറ്റ് ഒക്കെ കത്തിച്ച് പോലീസ് ഇതൊക്കെ ഒരു ഷോ അല്ലേ അപ്പാ? ഫോട്ടോ എടുത്ത് വീടിക്ക് അയച്ചു കൊടുത്താലോ. അവന്റെ സ്പീഡ് സൈക്കിളുണ്ട് കേട്ടാ. ഫോട്ടോ എടുത്ത് എമ്മിടിക്ക് അയച്ചു കൊടുത്താലോ. വണ്ടി ഒന്നും ഇല്ലാത്ത കാലഘട്ടമാണ് 4 ബിസിനസ് കാളവണ്ടിയിൽ കോട്ട് സൂട്ട് ഒക്കെ ഇട്ട് വരുന്നത്. നമ്മളപ്പോ അതിൽ എന്തിനു പോയിരുന്നേ? ഞാൻ നടന്നതിനുള്ള അന്തസ്സായിട്ട്. പിന്നെ കാളവണ്ടി എന്നെ കയറാൻ കിട്ടില്ല. എന്നറിച്ച് കാളവണ്ടി കോട്ട് സൂട്ട് ഒക്കെ ഇട്ട് ഇറങ്ങി അടിച്ചു വന്ന് 2 കാളയുടെ കയറൊക്കെ ഊരിട്ട് കാള വേറെ വഴിക്ക് പോയി. C4 ഉണ്ടായിരുന്നത് വെച്ചൊക്കെ വിടായിരുന്നല്ലേ. നല്ല രസമായിരുന്നു. പറഞ്ഞു കഴിഞ്ഞാല് സ്പീഡ് കൂടിയായി പുള്ളി ഇതിന് അവര് കണ്ട ഡിസിപ്ലിൻഡ് ആയിട്ട് വരുന്നണ്ട. നമ്മളും അങ്ങനെ പോണം. ചന്ദ്രൻ എവിടെ? എടാ 3 ദിവസമായിട്ട് ഒരു RP-യുടെ പേരിൽ അവനെ പിടിച്ചു നിർത്തിയത്. അവനെന്തോ പരിപാടിക്ക് പോകാൻ ഇരുന്നതാണ്. മനസ്സിലായ? എന്റെ അപ്പുറത്തിന് 20 പോകുന്നതാണ് അവർക്ക് ബെറ്റർ. നമ്മൾ ഫ്രണ്ടിൽ പോയ വണ്ടി മിസ്സായി. ഫ്രണ്ടിൽ പോകുന്ന പെരുക്കപ്പാ അണ്ണൻ പറഞ്ഞ സുഖമല്ലടാ ഉണ്ടച്ചവനെ. നീ അല്ലെങ്കിൽ നിന്റെ അച്ഛൻ വന്നാലേ RP എനിക്ക് 10 പേര് മതി. മനസ്സിലായ പൂരിമനെ? അവന്റെ ഡീഡോസ് അണ്ടി. ഇവരെയൊക്കെ ഒരു ദിവസം പലയറ്റേ കൊണ്ടുപോകണമെന്ന് ആലോചിച്ച് അങ്ങോട്ട് 1 സൈഡ് 1 മണിക്കൂർ, ഡബിൾ സൈഡ് 2 മണിക്കൂർ. സത്യം ഈ ഷോ കാണിക്കാൻ വേണ്ടി ഈ കുണ്ടക്കാരടുത്തോണ്ട് വന്നിട്ടല്ലേ വേറെ നല്ല വണ്ടി ഇതിൽ വന്നിരുന്നെങ്കിലോ. സത്യം. പിന്നെ ഇവർക്ക് ഒന്നും ഇല്ലാതിട്ടാണോ പിന്നെ പൂത്ത കാശും പെമ്പിള്ളാരും എല്ലാം ഉമ്മാറിയില്ല. എന്നിട്ട് വന്നേക്കുന്നുണ്ടോ കാളവണ്ടിയെക്കാട്ടി കഷ്ടം. സത്യം. സൈഡിലും എംപ്ലോ ഉണ്ട് മിസ്റ്റർ എക്സ്. കൊടിയൊക്കെ കുത്തിട്ടുണ്ട് കേട്ടാ. പിന്നെ കുത്താതെ തമിഴ്നാട്ടിലെ പാർട്ടി വണ്ടികൾ വരുന്ന പോലെ.
പാർട്ടിയായിട്ട് അതിലൊക്കെ ഇടിച്ചു കയറി പൊട്ടിയൊക്കെ തെറിച്ചതല്ല പമ്പിലും കയറി എണ്ണ കയറുന്ന കിടക്കണേ അമ്മമാര് വഴിയില് എന്റെ പ്രാർത്ഥന അതാ ഇതിപ്പോ എത്തൂല കേട്ടോ ഇത് എത്തൂല ഇതങ്ങ് വരെ എത്തൂല ഇത് കൂട്ടല്ലേ കൂട്ടല്ലേ വഴി അവര് അധികം കാലി ചവിട്ടി പിടിക്കണ്ട ഇല്ല തിരിഞ്ഞ് അപ്പൊ അറ്റാക്ക് തോന്നി ചത്തു കേട്ടോ വണ്ടിയില് ഞാൻ വാസുമോന്റെ കോൺസെൻട്രേഷൻ പിടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ജമ്മിട്ടായിരിക്കുന്നതല്ലേ വണ്ടി നിർത്തി നമുക്ക് ഇപ്പൊ തന്നെ അടക്കാം ഞാൻ പറഞ്ഞു കേൾക്കുന്നില്ലേ പിന്നെ മിസ്റ്റർ എക്സ് ഇവിടെ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് നമ്മുടെ 2 ഡിഫൻഡർ കാണാനില്ലല്ലോ ബാക്കി വണ്ടികളിൽ വരുന്നുണ്ട് നമുക്ക് ഇവിടുന്ന് പിഴിയാൻ പറ്റില്ല മിസ്റ്റർ എക്സിന് ഇടവും വല്ലതും അറിയാതാണ് വണ്ടി ഓടിക്കുന്നത് ബാക്കിലെ 2 വണ്ടി അവിടെ കുറച്ച് നമ്മളായിട്ട് കുറച്ച് അറിയാലോ ഒരാൾ പിന്നിടും ഇപ്പൊ കറണ്ട് ലൊക്കേഷൻ അവിടെ 10042 അവിടെയാണ് ഞാൻ ഇപ്പൊ ഇഞ്ചി ഇട്ടുണ്ട് നിങ്ങൾ വരുന്ന ടൈമിൽ നമ്മൾ എത്തും മിസ്റ്റർ മരിച്ചു തീർന്ന് ഫുഡ് കഴിക്കാൻ ഒരാൾ മരണപ്പെട്ടു വൈകും പരിപാടി ഇച്ചിരി വൈകും ഉടനെ ശവസംസ്കാരം ഉണ്ട് ഒരാൾ മരിച്ചു അത് കഴിഞ്ഞിട്ട് പരിപാടി ബാക്കി എല്ലാവരും ഒരു 5 മിനിറ്റ് പ്രയർ ആൻഡ് സൈലൻസ് റെഡി വണ്ടി ട്രക്ക് വേണ അണ്ണാ വണ്ടി നോക്കണ ട്രക്ക് നമ്മടെ വണ്ടിയാ ഒരു ലോഡല്ലേ പോയത് പിന്നല്ലാതെ അവർക്ക് വഴി തെറ്റി അവർക്ക് ഇല്ല അവര് ബാക്കിലുണ്ട് നമ്മുടെ തൊട്ട് ബാക്കിലുണ്ട് നമ്മളെ മുമ്പിലുണ്ട് നമ്മളെ മുമ്പിലുണ്ട് വന്നു അമ്മാരെ ട്രക്ക് കണ്ട് ഞെട്ടിയെന്ന് തോന്നട്ടോ പിന്നെ ഇനി എത്ര വണ്ടി കാണാൻ കിടക്കുന്നവരൊക്കെ ഓക്കെ അല്ലേ വാസുമോനെ അണ്ണാ വണ്ടി അണ്ണ അണ്ടി പിടിച്ചോണ്ടിരിക്കുന്നത് എൻട്രി അപ്പുറത്തെ വഴി കൂടെ അണ്ണനും ബാബുസേട്ടും ഓരോ കിലോ അണ്ടി പിടിച്ചോണ്ടിരിക്കുന്നത് 1 കിലോ ഒന്നും അല്ല ഇത് ഒന്നൊന്നല്ല 2.5 കിലോ അണ്ടി പ്രീമിയം ക്യാഷ് 2.5 കിലോ അടി അണ്ണ അണ്ണ ഒറ്റയ്ക്ക് അണ്ടി മുതലാളിയാണേ എല്ലാവർക്കും വെൽക്കം ഇതാണ് നമ്മുടെ സ്ഥാപനം ഇതാണ് ഇതാ നമ്മുടെ ആക്ച്വലി കേജ് കൊണ്ട് വരുമോ ഇതാണ് നമ്മുടെ ട്രക്സ് ഇതിലത്തെ ഒരു കണ്ടു മൊത്തം കൂടി നമുക്ക് ഏകദേശം ഇപ്പൊ ഒരു 40 ട്രക്ക് ഉണ്ട്. ഇതേത് മോഡല് നല്ല കണ്ടല്ലേ നല്ല ഭംഗിയുണ്ടല്ലോ 2 മോഡൽസ് ഞാനും ബാബു ആണത്. ഞാൻ മുടി വെട്ടുന്നതിന് മുമ്പുള്ള ഫോട്ടോ ആണത്. കൊള്ളാം നല്ല കൊള്ളാം ഐശ്വര്യം. നമുക്ക് ആക്ച്വലി ഇതുപോലത്തെ വലിയ ട്രക്കും ഈ വലിയ ട്രക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഏറ്റവും കൂടിയ ഗ്രേഡ് ക്യാഷ് നട്ട്സ് എല്ലാം ഇത് ഈ വണ്ടിയിലാണ് കൊണ്ടുപോകണം. അതിന് താഴെയുള്ളതൊക്കെ ഇത് എക്സ്പോർട്ടുള്ള നട്ട്സ് എല്ലാം ഈ വണ്ടിയിലാണ് കൊണ്ടുപോകണത്. നമ്മുടെ ഇവിടുത്തെ യൂസിനുള്ളതെല്ലാം ഇങ്ങനത്തെ വണ്ടികളായിരിക്കും കൊണ്ടുപോകണം. സോ പാക്കേജിംഗ് രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് വാസു. നമ്മളിപ്പോ ഏകദേശം ഒരു അതല്ല 100 നമ്മളിപ്പോ ഒരു 20-23 രാജ്യത്തേക്ക് ഇപ്പൊ ചെയ്യുന്നുണ്ട് കറന്റ്. ഇത് എക്സ്പാൻഷന് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. ഇതെല്ലാം നമ്മുടെ ഈ വെളി നിൽക്കുന്നതെല്ലാം നമ്മുടെ സ്റ്റാഫുകളാണ്. ഇതിലുള്ള എല്ലാം ഓൺ ടൈമിൽ ഇപ്പൊ നട്ട്സ് ഒക്കെ പൊക്കോണ്ടിരിക്കുകയാണ്. അതായത് കണ്ടു ഇപ്പൊ ഒരെണ്ണം പാക്ക് ചെയ്ത് ഇപ്പൊ ഈ വണ്ടി ഇപ്പൊ അടുത്ത ഡെലിവറിക്ക് പോകാൻ വേണ്ടിട്ട് റെഡി ആയിട്ടിരിക്കുന്ന വണ്ടികളാണ് അതൊക്കെ. ഇതെല്ലാം നമ്മുടെ എംപ്ലോയീസ് ആണ്. എല്ലാം ഫോട്ടോ എടുത്തു ഇതിപ്പോ നമ്മളെ വണ്ടിയില് നമ്മളെ ക്യാഷ് നട്ട്സ് നിറച്ചോണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ ലോഡ് കൊണ്ടുവന്ന വണ്ടിയാണ്. എന്തൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണേ. ഇത് എവിടത്തേക്കുള്ളതാണ് ഈ ക്യാഷ് നട്ട്സ്? ഇത്
ഇത് കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്തിട്ട് ഹലോ ആ എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ ചെക്ക് ചെയ്തോ. ഹലോ ഹലോ. അതെ വണ്ടികളുടെ ക്വാളിറ്റി എല്ലാം കറക്റ്റ് അല്ലേ? ചെക്ക് ചെയ്ത പിന്നെ എല്ലാം ഞാൻ രുചിച്ചു നോക്കിയ വണ്ടികളാണ്. ഏട്ടന്റെ എല്ലാം 50 വീട്ടിൽ കൊണ്ടുപോയി. ഓക്കെ സർട്ടിഫിക്കറ്റ് ഒക്കെ വാലിഡ് അല്ലേ വാസു? ഇതിന്റെ എല്ലാം ഏതാ വാസവനെ? സർട്ടിഫിക്കറ്റ് ഒക്കെ വാലിഡ് അല്ലേ? അതാ പറഞ്ഞേ സ്ക്രിപ്റ്റ് ഇല്ലാത്ത ആളോട് തോന്നുന്നു. അണ്ണാ നമ്മളെ കണ്ടെയ്നർ ലിസ്റ്റ് ചെയ്യുന്ന വണ്ടി. ഇത് നമ്മുടെ PA കൺമണി. ഓർമ്മയുണ്ട് ഞാൻ അന്ന് പറഞ്ഞത്, ഞാൻ ഓർക്കുന്നു. ഇല്ല കറക്റ്റ് സമയത്താണ്. ഇത് എവിടുന്ന് കിട്ടി? അതൊന്നും എനിക്കറിയത്തില്ല. അത് നമ്മുടെ പഴയ ലിസ്റ്റിലില്ല. ഇതെന്ത് ബോണസ് ഫ്രീ ആയിട്ട് കിട്ടിയത്? എനിക്കറിയത്തില്ല. പണ്ട് ആന്റി ഫാക്ടറി ഉള്ള സമയത്ത് ആളല്ലായിരുന്നു പി ആണ്. പിന്നെ എന്തായാലും ഇപ്പൊ ഒരു പിയുടെ കുറവില്ലായിരുന്നു. ഇപ്പൊ നികത്തില്ലേ? പുള്ളിക്കാരി ജോലിയിൽ കുറച്ച് ഉത്തരവാദിത്തം കുറവാണ്, അതുകൊണ്ടാണ് വിളിക്കുന്നത്. ഇതിപ്പോ എന്തിനു വലിഞ്ഞു കയറി വന്നത്? എന്താണ് പരിപാടി? ഓ ഇവിടെ എന്റെ കല്യാണം നടത്താൻ പോവാണ് അണ്ടി ഫാക്ടറിക്കകത്ത്. കല്യാണം ഞാൻ നടത്തി തരാം. നല്ല രീതിയിലെല്ലാം പോണുണ്ടല്ലേ? അത് നിനക്ക് സൂഹിക്കുന്നില്ല? നിനക്ക് എന്ത് ചെയ്യാൻ മറ്റേ ഗർഭസ്ത്രീമാരായിട്ടൊരു സാധനത്തിനെ കൊണ്ടുവന്നാറല്ലോ? എന്ത് ചെയ്യും? തിരിച്ചു വയറ്റിലോട്ട് ഇട്ടാ? താല്പര്യം ഉണ്ടെങ്കിൽ ഒന്നും കൂടെ. എന്തൊന്നും കൂടെ? അതെ കൊച്ചേ, ഇവിടെ വെറുതെ വന്ന് നിൽക്കുന്നൊക്കെ കൊള്ളാം. ഞാൻ പൈസ തരത്തില്ല കേട്ടോ. തൊണ്ടക്കകത്തൊന്നും കേൾക്കുന്നില്ല. നമുക്ക് ഫാക്ടറിയിലോട്ട് ആ അത്യാവശ്യം കേക്കാം. കല്യാണം ഇപ്പൊ വേണ്ട, അതൊക്കെ നമുക്ക് ഇപ്പൊ ചർച്ച ചെയ്യണ്ട. നമുക്ക് എന്തായാലും നേരെ ഫസ്റ്റ് നൈറ്റിലോട്ട് പോവാന്ന. ഇതാണ് നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും ക്വാളിറ്റി ഉള്ള അണ്ടി. വാസവ കൈ പിടിച്ചേക്കുന്നുണ്ട് അവിടെ. അതാണോ? ഓ പിന്നെ സെലക്ടഡ് ആയിട്ടേക്കുള്ള കയ്യില് ഹൈ ക്വാളിറ്റി മാത്രമേ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാറുള്ളേ. കൊച്ചു പിള്ളേർക്ക് വരെ പ്രായഭേദമന്യേ ആർക്ക് വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന കാഷ്യൂനട്ട്സ് ആണ് നമ്മുടെ. അതെ നമ്മള് കേസ് നമ്മളാണെങ്കിൽ ഈ പറയണത് പോലെ ശരിക്കും പറഞ്ഞാൽ ഈ കാഷ്യൂനട്ട്സ് ഒക്കെ കൊച്ചു പിള്ളേർക്ക് കൊടുത്താൽ തൊണ്ടയിൽ കുടുങ്ങും എന്നുള്ളൊരു ഇതുള്ളത് കൊണ്ട് നമ്മൾ പിള്ളേർക്ക് വേണ്ടിയിട്ട് കാഷ്യൂനട്ട്സിന്റെ പൗഡറും അതേപോലെ ചെറിയ പീസായിട്ട് കാഷ്യൂനട്ട്സ് കട്ട് ചെയ്തും കൊടുക്കുന്നുണ്ട്. ചോപ്ഡ് കാഷ്യൂനട്ട്സ് ആൻഡ് കാഷ്യൂനട്ട് പൗഡർ. എന്തുകൊണ്ട് ബിസ്ക്കറ്റ് ട്രൈ ചെയ്തില്ല? ബിസ്ക്കറ്റ് ട്രൈ ചെയ്തിട്ടുണ്ട്. നമ്മള് ബിസ്ക്കറ്റ് കമ്പനിക്ക് കാഷ്യൂനട്ട് കൊടുക്കണം നമ്മളാണ്. നമ്മളെ മൈദക്കെതിരാണ്. നമ്മള് ഈ ഷുഗറിനെതിരാണ്. ഞങ്ങള് ഇപ്പൊ 100% മനുഷ്യർക്ക് ഒരു ദോഷം വരാത്ത സാധനങ്ങളാണ്. ബിസ്ക്കറ്റ് ഒക്കെ തുടങ്ങാൻ നോക്കിയപ്പോ അതിനകത്ത് ഓരോ വിഷങ്ങളൊക്കെ ചേർക്കണം എന്ന് ഞങ്ങൾ അറിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെതിരാണ്. സോ ഞങ്ങള് ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന കമ്പനിക്ക് അത് കൊടുക്കാന്ന് വിചാരിച്ചു. ഞാൻ വന്നപ്പോ ഷാജിന്റെ അടുത്ത് പറഞ്ഞു ഇവിടെ മൈദ കൂട്ടി ക്യാഷ് ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. ശരിയാണോ അങ്ങനെ കേട്ടത്? അങ്ങനെ ഇവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് അടച്ചു പൂട്ടി ഞാൻ സീലടിച്ച് കേജിന്റെ തരും. കേജ് നോക്കിയാൽ മതി. പിന്നെ ഫുള്ള് ഉണ്ടെണ്ണ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളെ പരിപാടി ചെയ്യാറില്ല. നമ്മള് ചെയ്യാറില്ല. ഈ സിറ്റിയിൽ ചെയ്യാറുണ്ട് പലരും, പക്ഷെ നമ്മള് ചെയ്യാറില്ല. ഈ പരിപാടി ഞാൻ ചെയ്യില്ല. അത് നീയും ചെയ്യില്ല. ഡയലോഗാണ് സാർ. നമുക്ക് ഫാക്ടറിയുടെ അകത്ത് കണ്ടാലോ? എല്ലാവർക്കും വെള്ളം കൊടുക്കേ. നമ്മുടെ ട്രക്സ് എല്ലാം കറക്റ്റായിട്ട് പോയിട്ട് തിരിച്ച് നമ്മുടെ ഇതിനകത്ത് തന്നെ പാർക്ക് ചെയ്യുന്ന നോക്കിക്കോണേ. കുറെ ട്രക്സ് വെളിയിൽ റോഡ് സൈഡിലോട്ട് പാർക്ക് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഓൾറെഡി അത് കഴിഞ്ഞ മീറ്റിംഗിൽ പറഞ്ഞതാണ്. അത് ഇനി ഉണ്ടാവാൻ നോക്കണം കേട്ടോ. കണക്കിന് പെടാത്ത കുറച്ച് ആൾക്കാരെ അകത്തോട്ട് പോയിട്ടുണ്ട്. ഒന്ന് പറഞ്ഞോട്ടെ. ഇതൊക്കെ നമ്മള് വലിയ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. ഒരുപാട് അണ്ടികൾ. ഇതെല്ലാം എന്റെ ഗസ്റ്റ് ആണ്. സോ സെക്യൂരിറ്റി ചെക്ക് ഒന്നും വേണ്ട കേട്ടല്ലോ. സെക്യൂരിറ്റി ഒന്ന് വന്നിട്ട് കാര്യം ഇതൊക്കെ ഇത് ഏത് ഇത് പതുക്കെ മിക്സർ കൊടുത്ത് സെറ്റായി.
വെച്ചടി രണ്ട് ഞാൻ വേണേ കത്തിക്കാം വെച്ചടിക്കോ ഇന്ത്യൻ മേഡാണ്, എല്ലാം ഇന്ത്യൻ മാനുഫാക്ചർ. എല്ലാം ഇന്ത്യയിൽ തന്നെയാണ് ഉണ്ടാക്കുന്ന കശുവണ്ടികളാണല്ലോ എല്ലാം. കേസ് ഞങ്ങള് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വേൾഡിലെ അതെ വേൾഡിലെ ഏറ്റവും കിടിലൻ കാഷ്യൂനട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊല്ലത്തുനിന്നാണ് കേജ്. സോ ഞങ്ങൾ ഇത് കൊല്ലത്തുനിന്ന് ഡയറക്ട്ലി ഹാൻഡ് പിക്ഡ് ആയിട്ട് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് നമ്മൾ ഇവിടെ വേർതിരിച്ചാണ് ഗ്രേഡ് അനുസരിച്ച് വേർതിരിച്ചാണ് ഇത് ഓൾ ഓവർ ദ മാർക്കറ്റിൽ എത്തിക്കുന്നത്. ഓതന്റിക് ആയിട്ട് തല്ലും. അതെ ഇത് ശരിക്കും മെഷീനൈസ്ഡ് അല്ല. ഇത് തല്ലി നമ്മൾ പണ്ടത്തെ ട്രഡീഷണൽ ഇതിന്റെ രീതിയിൽ തല്ലി പറിച്ചെടുക്കണം. അതെ 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 ആ സാധനമാണ് നമ്മൾ കൊടുക്കുന്നത്. സോ നമുക്ക് ഇങ്ങനത്തെ ക്വാളിറ്റിയിൽ കൊടുക്കണ വേറൊരു ഫാക്ടറി സത്യം പറഞ്ഞാൽ ഈ സിറ്റിയിൽ പോയിട്ട് വേൾഡിൽ തന്നെ വളരെ ചുരുക്കമുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഞങ്ങൾ പല രാജ്യത്ത് വിസിറ്റ് ചെയ്ത് കേജ്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, കൊല്ലത്തിന്റെ അത്രയും കിടിലം കാഷ്യൂനട്ട്സ് ഉള്ള വേറൊരു സ്ഥലം ഇല്ലെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചൊരു ഇതാണ്. സോ ഞങ്ങൾ കൊല്ലത്തുനിന്ന് പോയി നമുക്ക് അറിയാവുന്ന പയ്യന്മാരുണ്ട്, അവരെല്ലാം വെച്ച് നമ്മൾ കുറെ ആൾക്കാരെ കണ്ട് ഡീൽ ചെയ്ത് സംസാരിച്ച് സെറ്റ് ചെയ്ത് കുറെ പേരൊക്കെ ഈ അണ്ടി മൊത്തം കരിഞ്ഞു പോയി, സൂക്ഷിച്ചില്ല കേട്ടോ, കുറെ പോയി. ഈ തല്ലുന്ന പ്രോസസ് ഒന്ന് കാണണ്ടേ നമുക്ക്? ഇതൊന്ന് പറയോ? എന്ത് എന്റെ 34 ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ. ഇത് നമ്മുടെ പുതിയ പ്രൊഡക്റ്റ് ആണ്, റോസ്റ്റഡ് കാഷ്യൂനട്ട്സ്. സോൾട്ടഡ് ആൻഡ് റോസ്റ്റഡ്. കൊള്ളാം. കുഴപ്പമില്ല, നല്ല കാഷ്യൂനട്ട്സ്. നമ്മുടെ പലതരം ഇതെല്ലാം ഇതേ ക്വാളിറ്റി തന്നെയാണല്ലേ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? എല്ലാത്തിലും നമ്മൾ ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. ഷാജി ക്വാളിറ്റി ആണെങ്കിൽ കൊള്ളാട്ടോ. അല്ല ഈ ക്വാളിറ്റി കുറഞ്ഞത് ലഭിക്കത്തില്ല, അതെന്ത് ചെയ്യും? അല്ല ഞാൻ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ സോർട്ട് ചെയ്യും. അതായത് ചൊക്ലി അണ്ടിയൊക്കെ നമ്മള് തിരിഞ്ഞ് പറക്കി സെപ്പറേറ്റ് പാവങ്ങൾക്കൊക്കെ കൊണ്ടു കൊടുക്കാറുണ്ട്. അതെ അതെ 600 രൂപ. ക്വാളിറ്റി കുറഞ്ഞതും അപ്പൊ മനുഷ്യർക്ക് കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയല്ല, ഇതിന്റെ ഗ്രേഡ് അങ്ങനെയല്ല വരുന്നത്. ക്വാളിറ്റി കുറവെന്നല്ല, ഇത് വിഷം. ക്വാളിറ്റി കുറയുന്നതോടും ഇതിന് വിഷമാവുമെന്നല്ല അർത്ഥം ഇതിന്. അതായത് എക്സ്പോർട്ട് ഈ കെമിക്കൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് സാധനങ്ങളിലൊക്കെ കേടുകൾ വരുന്നത് സാർ. ഓ അപ്പൊ കേടായത് മനുഷ്യർക്ക് കൊടുക്കുമെന്നാണ്. അതൊരു വാലിഡ് പോയിന്റ് ആണ്. എന്റെ പി എ പറഞ്ഞത് ഒരു വാലിഡ് പോയിന്റ് ആണ്. നമ്മള് വിഷം യൂസ് ചെയ്താൽ കേടാവാതിരിക്കുക എത്ര നാൾ വേണേലും. മനസ്സിലായോ? ഇപ്പം പറഞ്ഞത് അപ്പം കേടായ സാധനം അങ്ങനെയല്ല, കേടായതെന്നല്ല, നമുക്ക് ഗ്രേഡ് വ്യത്യാസമുണ്ട്. അതായത് ഗ്രേഡ്സ് ആണ് വ്യത്യാസം, ക്വാളിറ്റി അല്ല നമ്മൾ പറയണത്. ഗ്രേഡ്സ് വ്യത്യാസമുണ്ട്. ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ് ഗ്രേഡ് വ്യത്യാസമുണ്ട്. ഡൊമസ്റ്റിക് മാർക്കറ്റിൽ കൊടുക്കുന്ന ഗ്രേഡ്സ് വ്യത്യാസമുണ്ട്. അങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് നമ്മൾ കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ഏറ്റവും ഗ്രേഡ് കൂടിയത് ഇങ്ങോട്ടാണ് എക്സ്പോർട്ട് ചെയ്യുവാണോ അതോ ഇവിടെ തന്നെ ലോക്കൽ മാർക്കറ്റിൽ ആവശ്യമുള്ളവർക്ക് കൊടുക്കാറുണ്ട്. കൂടുതലും നമുക്ക് പുറ രാജ്യത്താണ് ഗ്രേഡ് കൂടിയ നട്ട്സ് എല്ലാം പോണത്. കൊള്ളാം. എന്തായാലും നമുക്ക് അടുത്തായിട്ട് നമുക്ക് പ്രോസസിംഗ് കാണാം. എവിടേക്കാ പോണ്ടേ? ഇത് നമ്മുടെ സ്റ്റോറൂമാണ്. നമുക്ക് പുറത്തേക്കുള്ള പാക്കേജിംഗ് ഒക്കെ നല്ല ഇതുപോലെ ഹാർഡ് ബോക്സിൽ ഇത് ചെയ്താണ് നമ്മള് സ്റ്റോർ ചെയ്ത് വെക്കണേ. ഓ വന്നു കേട്ടോ. അതെ, പിന്നെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് വിരല് കണ്ടുപിടിച്ചത്. സേഫ്റ്റി ഫീച്ചേഴ്സ് ഇല്ലേ? സേഫ്റ്റി കൊടുക്കത്തില്ല. അതിനുശേഷമാണ് സേഫ്റ്റി കൂട്ടിയത്. ഓ ആദ്യമായിട്ട് നമ്മൾ ഈ പ്രശ്നങ്ങളിൽ നിന്നാണല്ലോ പരിഹാരങ്ങൾ ഉണ്ടാക്കുന്നത്. അതുവഴി പോയിട്ട് റൈറ്റിലോട്ട് പോയാൽ എന്തോ 3333. ആൾക്കാര് മാത്രമേ മാറിയുള്ളൂ. എന്റെ നമ്പർ എന്തായാലും മാറിയിട്ടില്ല. ഇതില് ചിലപ്പോ വേറെ ഇവിടെ. ഹലോ. ആ
അണ്ണാ നമ്മുടെ ഷിപ്പ് യാർഡ് ഇതൊക്കെ കാണിച്ചു കൊടുക്കണ്ടേ? ഓ കാണിച്ചു കൊടുക്കാം. പിന്നെ മാത്രമല്ല പ്രോസസ് ചെയ്യുന്നവര് മാസ്ക് ഒന്നും ഇടുന്നില്ല സാർ. അതെ അതെ അത് കുറച്ച് Hygiene ഒരു ശ്രദ്ധിക്കണം issue ആണ്. വാസു. അതെ എന്തിനാ സാറേ ഹൈജീൻ അതെ അണ്ടി സെപ്പറേറ്റ് ചെയ്ത് എന്തിനാ സാറേ മാസ്ക്? എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോ അത് ശരിയാണ്. പകരില്ല. ഉറപ്പായിട്ടും നമുക്ക് ഉറപ്പായിട്ടും. സേഫ്റ്റി പ്രിക്കോഷൻസ് എല്ലാം നമുക്ക് അത് ഇതാക്കാം, പാലിക്കാം. ഉറപ്പായിട്ട് അതും കൂടി consider ഒന്ന് ശ്രദ്ധിക്കണം. അതുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. വാസു പറഞ്ഞ നമുക്ക് മാസ്ക് മാത്രം ആക്കണ്ട, ഇനി മുടി വീഴണ്ട. അതുകൊണ്ട് നമുക്ക് മറ്റേ ഹെയർ ക്യാപ്പ് കൂടെ ഹെയർ കൊണ്ടുവരാം. ക്യാപ്പ് ഓൾറെഡി ഉണ്ട്. അപ്പൊ അതേ ഹെയർ ക്യാപ്പ് ഇട്ടിട്ടുണ്ട്. അതേ അവർ കണ്ട ആണല്ലേ? ക്യാപ്പ് ഓൾറെഡി ഉണ്ട്. അതുപോലെ ഷാജി പറഞ്ഞ കേസ് നമുക്കൊരു ഫയർ എക്സ്റ്റിങ്ഷറും അതേപോലെ തന്നെ ഫയർ എക്സിറ്റും എന്തെങ്കിലുമൊക്കെ ഒരു അപകടം ഉണ്ടാവണമെങ്കിൽ പെട്ടെന്ന് ഇറങ്ങി ഓടാൻ ഓ അത് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അത് ചെയ്യാം. അത് ഉറപ്പായിട്ട് ചെയ്യാം. ഇവിടെ അങ്ങനെ പൊട്ടിത്തെറിക്കുന്ന വലിയ മെഷീനറീസ് ഒന്നും ഇല്ല ആക്ച്വലി. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓരോ 3 മാസം കൂടുമ്പോഴും മെഷീനറീസ് നമ്മള് ഓതന്റിക് ആയിട്ട് തീയിൽ ചുട്ടെടുക്കുന്നതാണല്ലോ. എങ്ങാനും ഏതെങ്കിലും പേട്ടണ്ടി പൊട്ടിത്തെറിച്ച് അങ്ങനെ അണ്ടി പൊട്ടിത്തെറിച്ച് ഇതുവരെയൊക്കെ ഒരു ഇഷ്യൂ ഇതുവരെ സംഭവിച്ചിട്ടില്ല നമുക്ക്. പറയാൻ പറ്റില്ല. ഇല്ല ഇനിയിപ്പോ വൃത്തിയായിട്ട് നമ്മൾ അതുകൂടെ നോക്കാം. സാനിറ്റൈസർ വല്ല മുക്കാൻ ഞാൻ റെഡിയാണ്. അതെ അതെ വേണമെങ്കിൽ ക്യാഷ്യൂട്ട് സാനിറ്റൈസർ മുക്കാനും ഞാൻ റെഡിയാണ്. അത് വൃത്തിയാണ് ചെയ്യാറുണ്ട്. പിന്നെ അത്രയും വേണ്ട. ഓക്കെ അപ്പൊ ഫ്രണ്ടിലോട്ട് വാ. ഇനി എങ്ങനെയാണ് പോണ്ടേ? ക്ലീൻ ചെയ്യാൻ. ഇത് ഇങ്ങോട്ട്. ഹലോ അമ്മത്തരെ കേജ് എന്തേ? അതാണ് മാനേജർ നമ്മുടെ തൽക്കാലം. നന്നായിരിക്കും. എന്തൊരു കേജ് ഇനി എങ്ങോട്ട്? അങ്ങോട്ട് ഇതുകൊണ്ടാണ് ഇങ്ങോട്ട് മാനേജർ ഒന്ന് തൽക്കാലത്തേക്കുള്ള അവിടെ. അതിനകത്തോട്ട് കയറിയോ? എവിടേക്കാ പോണ്ടേ? ഓക്കെ അവര് വാസു ഓക്കെ വരുന്നു. വാസു അധികം ഇവിടെ വരല് കുറവാണല്ലേ, ഒരു പരിചയക്കുറവ്. എനിക്കോ? ഇല്ല, ആള് കൂടുതലാ, ആള് കൂടുതലുള്ളതാണ്. ഞാനിവിടെ Smoking ഒക്കെ ഉണ്ടല്ലോ. അത് സ്മോക്കിംഗ് അല്ലത്, സ്മോക്കിംഗ് അല്ലത്, വേപ്പിംഗ് ആണ്. വേപ്പിംഗ് വേപ്പറാണ്. എന്തൊക്കെയാണ് ഇപ്പൊ ഇവിടാണ് നമ്മുടെ എന്താണ് പറയാ മെയിൻ ബിസിനസ് കാര്യങ്ങളും അതിന്റെ ലോജിസ്റ്റിക്സും കാര്യങ്ങളൊക്കെ നമ്മളെ ഓഫീസ് ഒക്കെ നടക്കുന്നത് വർക്കൊക്കെ. ഓക്കെ 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 എല്ലായിടത്തും പണിക്കാർ. എല്ലായിടത്തും വാസുവിന്റെ ഒരു പ്രസൻസ് ഉണ്ട്. പിന്നെ ആണല്ലോ നമ്മുടെ മെയിൻ. അതെ ഞാൻ ചോദിച്ചത് വാസു ഇവിടെ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ട് ഞാൻ ചോദിക്കായിരുന്നു. ഇവിടെ വരാൻ ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തപ്പിപ്പിടിക്കുമായിരുന്നു. അതാണ് മനസ്സിലായത്. കുട്ടി പാക്കേജിംഗിൽ ശ്രദ്ധിക്കണം കേട്ടാ. കഴിഞ്ഞ വട്ടത്തിൽ ചെറിയൊരു പരാതി കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടി ഇതായിട്ട് പാക്ക് ചെയ്യണേ. അപ്പൊ ക്യാഷിന് മറ്റേ 2 മാസത്തേക്കുള്ള സ്റ്റോക്ക് അല്ലേ വാസുമനെ? അപ്പൊ നിങ്ങൾക്ക് സ്വന്തം ഫാമുണ്ട്. ഇനി എത്ര നാളത്തേക്ക് വേണ്ട സാധനം നമ്മുടെ ഇരിപ്പില്ലേ? ഈ ഗാന്ധിജിയൊക്കെ പോലും സത്യാഗ്രഹത്തിനൊക്കെ പോയ സമയത്തൊക്കെ സത്യാഗ്രഹം കഴിഞ്ഞ് വന്ന് നമ്മുടെ അണ്ടിയാണ് കഴിച്ചിട്ടുള്ളത്. ആ സമയത്ത് ഈ കുട്ടിയുടെ അച്ഛനൊരു അണ്ടി ഫാക്ടറി ഉണ്ടായിരുന്നു, എനിക്കില്ലായിരുന്നു. ഞാൻ അത്ര പ്രായം അങ്ങനെയാണല്ലേ? ഓ അങ്ങനെയാണ്. അവിടെ തൊട്ട് എക്സ്പീരിയൻസ് ഉണ്ട്. അതിന്റെ പേരിലാണ് ഞാൻ എന്റെ അണ്ടി ഫാക്ടറി എടുത്തതേ. കുട്ടിക്ക് തന്നെ പ്രായമുണ്ടെന്ന് തോന്നുന്നു. പിന്നെ എല്ലാ ബാക്കപ്പ് അല്ലേ? പിന്നെ ജീവിച്ചു പോട്ടെ, എല്ലാവർക്കും ജീവിക്കണ്ടേ. അത് മീൻസ് അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മളങ്ങനെ ഇത് നോക്കാറില്ല, പ്രായം നോക്കാറില്ല. എല്ലാവർക്കും ഒരു ജീവിതമാർഗം അത്ര. ഇവിടുത്തെ നമ്മുടെ എല്ലാ പണിക്കാരും അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും ഞാൻ മന്ത്ലി ഒരു ട്രിപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. ഇവർക്ക് ഫുള്ളി ലൈക്ക് എപ്പോഴും ലൈക്ക് ഇവർക്ക് ഇങ്ങനെ ജോലി ഫുൾ ടൈം ഇല്ല. റിലാക്സേഷൻ ടൈം ഞാൻ ഒരുപാട് കൊടുക്കാറുണ്ട്. പിന്നെ ഫ്രീ ആയിട്ട് വെള്ളം, ഫുഡ്, അക്കോമഡേഷൻ എല്ലാം ഫ്രീ ആണ്. ഇതിന്റെ കൂടെ സാലറി അങ്ങനെ കുറെ ഉണ്ട്. എത്രയാണ് നിങ്ങൾ കൊടുക്കുന്ന പാക്കേജ് സാലറി? ചെക്ക് ഒന്ന് ഒപ്പിട്ടിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ അങ്ങ് അയക്കായിരുന്നേ സ്റ്റാഫിന്റെ ഫണ്ട്. ചെക്ക് ഒപ്പിട്ടായിരുന്നു. ഇവരെ ഒന്ന് ഡീൽ ചെയ്തിട്ട് ചെക്ക് ഡീൽ ചെയ്യാം. അതാണ് നല്ലത്. എനിക്ക് 2-3-5-6 ചെക്ക് ഡീൽ ചെയ്യാനുണ്ട്. എന്റെ ഇടയ്ക്ക് കൂടെ എഴുതിക്കൊണ്ട് പോകാൻ വന്നിരിക്കണം. എങ്ങനെയാ നമ്മൾ സാലറി ഒക്കെ കൊടുക്കണം ഇവിടുത്തെ സ്റ്റാഫിന്? ഇവിടുത്തെ സ്റ്റാഫിന് സാലറി കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഡെയിലി വേജസ് ആണ് നമ്മളിപ്പോ കറന്റിൽ കൊടുത്തിരിക്കുന്നത്. ആൾക്കൊന്നിന് 1000 രൂപയും ഫുഡും അക്കോമഡേഷനും. അതെ, പ്ലസ് ഒരു പാക്കറ്റ് അണ്ടി വൈകുന്നേരം ആവുമ്പോ പൊതിഞ്ഞെടുക്കാം. അങ്ങനെയാണ് ഇപ്പൊ കറന്റ്ലി ഉള്ള സാലറി സിസ്റ്റം. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞങ്ങളുടെ കൂടെ ഒരു പ്രായമുള്ള ഒരാളുണ്ട്, മിസ്റ്റർ റപ്പായി വർക്ക്. ആള് രാത്രി ചെറുതൊക്കെ അടിക്കുമ്പോ പിന്നെ റപ്പായിച്ചേട്ടനൊക്കെ നമ്മൾ നല്ല എ ക്ലാസ് വണ്ടി കൊടുക്കൂലേ? പ്രായം എത്രയുണ്ട് സർ? പ്രായം എത്ര വയസ്സുണ്ട് റപ്പായി? ഇപ്പൊ ആക്ച്വലി കണ്ണയുടെ പ്രായം വലിയ പ്രായം കൺസിഡർ ചെയ്യണില്ല. അതൊന്നും
പല്ല് പൊട്ടാത്ത അണ്ടി കൊടുക്കണം, അത്യാവശ്യം കട്ടി വേണം. ഓ ഉറപ്പായിട്ടാ, അത് നമ്മള് നല്ല സാധനത്തിന് കൊടുക്കൂലേ. കുറച്ച് എരിവുള്ളതൊക്കെ ആണെങ്കിൽ നല്ല ടച്ചിങ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അതാണ് നമ്മുടെ കേജിന്റെ കൊടുത്തിട്ടുണ്ടോ കഴിച്ചു. അത് ഞാൻ വൈകിട്ടത്തെ ആവശ്യത്തിൽ വെച്ചേക്കാം. അത് മാത്രമല്ല ആക്ച്വലി ഇത് നമ്മുടെ ഫാമിലിയിൽ അമ്പത്തൂര്, പക്ഷെ അമ്പത്തൂരാണ് ഇവിടുത്തെ ഓൾ ഇൻ ഓൾ സൂപ്പർവൈസറും എല്ലാം. അമ്പത്തൂരാണ് ഇതെല്ലാം മാനേജ് ചെയ്യുന്നത്. നമ്മുടെ കുറെ ഇന്ന് തന്നെ ഏകദേശം ഒരു 1500 ലോഡ് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. ലാസ്റ്റ് ലോഡിലെ ഷിപ്പും കൂടെ ഉള്ളു ബാക്കി. നമ്മുടെ ഇപ്പൊ നോർമൽ ക്യാഷ് നെറ്റല്ലേ സാറ് കൊടുത്തിരിക്കുന്നത് സാറിന് പറഞ്ഞു. അതെ അതെ അതെ. നമ്മുടെ ഫ്ലേവേഴ്സ് ഉള്ളത് നമ്മൾ ആൾറെഡി കൊടുത്തു. ഇനി അടുത്ത സ്റ്റോക്ക് വരുമ്പോ നമ്മൾ പറയാം. ബിസിനസ് ആയിട്ട് പോകുമ്പോ നമുക്ക് ഇടയ്ക്കൊക്കെ നമുക്ക് ഒന്ന് നോക്കാം. നിങ്ങൾ ബൈ എയർ ആണോ ബൈ വാട്ടർ ആണോ? രണ്ടുണ്ട്. ഞങ്ങൾ വാട്ടറിൽ കൂടെ അയക്കും. ഇത് അവർക്ക് റിസീവ് ആയി കഴിയുമ്പോൾ ഞങ്ങൾ എയറിലാവും. അങ്ങനെയാണ് ഇപ്പോഴേ ഒരു കഴിഞ്ഞൊരു 2 കൊല്ലമായിട്ട് അങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് ഫ്ലൈറ്റ് ഉണ്ട് സ്വന്തമായിട്ട്, നമ്മുടെ കമ്പനിക്ക് ഫ്ലൈറ്റ് ഉണ്ട് സാർ. അതെ നമുക്ക് എക്സ്പോർട്ടിംഗ് ഫ്ലൈറ്റ് ഉണ്ട്. അതെ, നമുക്ക് റോഡ് മാർഗമൊന്നും അങ്ങനെ പെട്ടെന്ന് അങ്ങനെ പോകാനൊന്നും പറ്റില്ല, ഭയങ്കര പ്രശ്നങ്ങളാണ്. പിന്നെ അപ്പുറത്തെ ജംഗ്ഷനിൽ ഒരു ഹെലികോപ്റ്ററിലാണ് നമ്മൾ ഡെലിവറി ചെയ്യണത്. അതെ അതെ. വണ്ടി എയർവേസ്. അതെ. ചില സമയത്ത് കാളവണ്ടി ഉണ്ട്. അതല്ല, അത് ഇവിടുത്തെ അത് മൈൻഡ് ചെയ്യണം. ഇവിടെ വരാറില്ല, ആദ്യമായിട്ട് കാണുവാണ്. ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ബന്ധു ആരെങ്കിലും ആണോ? ഇത് നമ്മുടെ കുടുംബത്തിലുള്ള സ്വന്തം അനിയൻ, അണ്ണന്റെ സ്വന്തം അനിയൻ. പിന്നെ ചിത്രനായിട്ട് നിങ്ങള് വെളിയിലോട്ട് വരും. ഇവിടെ ഒരു കണ്ടീഷൻ അല്ലേ, കണ്ടീഷൻ അവര് പണിയെടുക്കുന്ന നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാം. അങ്ങോട്ട് ഈ സൈഡിലോട്ട് അധികം അങ്ങനെയൊന്നും ഇല്ല. ഈ സൈഡില് നമ്മള് നമ്മുടെ ഒരു എന്താന്നറിയാതെ എങ്ങനെ നമ്മുടെ വെളിയിലോട്ടുള്ള ഇവിടുന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ് ഷിപ്പിലേക്ക്. നമ്മുടെ സ്റ്റാഫ് ആരെങ്കിലും ഇവിടെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്? നമ്മുടെ യൂണിഫോം നമ്മളെ സ്വന്തം ഷിപ്പാണ്. ഏതാണ്? ശരിയാണല്ലോ. ബോസ് ഇത് ബോസേ എക്സ്ക്യൂസ് മീ,